വരദാനങ്ങൾ ഏഴും നീ ഞങ്ങൾ കേൾക്കണമേ. വിശ്വാസത്തിൻ കാറ്റായി നീ ഞങ്ങളിൽ വീശണമേ. വരദാനങ്ങൾ ഏഴും നീ ഞങ്ങൾ കേൾക്കണമേ. വിശ്വാസത്തിൻ കാറ്റായി നീ ഞങ്ങളിൽ വീശണമേ. ദൈവമഹത്വം ദർശിക്കാൻ കൃപ നീ നൽകണമേ. ആത്മാവേ നീ വാഴണമേ പരിശുദ്ധാത്മാവേ. ദൈവമഹത്വം ദർശിക്കാൻ കൃപ നീ നൽകണമേ. ആത്മാവേ നീ വാഴണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. വരദാനങ്ങളുമായി വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. വരദാനങ്ങളുമായി വന്നു നിറയണമേ. Praise the Lord. കരമേർത്തി ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി ഒന്ന് ചിരിച്ചിട്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതി പറഞ്ഞ്. അടുത്ത് ഇരുന്ന ആൾക്കാരും വഴക്കുള്ള ആൾക്കാരും ഒന്നും വന്ന് പെട്ടിട്ടില്ലല്ലോ. ചിലപ്പോൾ സ്തുതി കൊടുക്കുമ്പോഴായിട്ട് വഴക്കുള്ള ആൾക്കാരും ഇപ്പോൾ പള്ളിയിൽ വരുമ്പോൾ ചില ആൾക്കാർ നോക്കിയിട്ടേ ഇരിക്കുക, ആരാ ഇരിക്കുന്ന അടുത്ത്. നമുക്ക് ആരുമില്ല. കർത്താവിന് ശത്രുക്കളില്ല പ്രിയമുള്ളവരെ. കർത്താവിന് ശത്രുക്കളില്ല. ഉണ്ടാവാതിരിക്കാൻ്റെ കാരണം എന്താണ്? കർത്താവിന് എല്ലാവരും പാപികളും പുണ്യവാന്മാരും ഒക്കെ കർത്താവിൻ്റെ സ്നേഹിതരാണ്. നമ്മുടെ സ്നേഹിതരാരാണ്? നല്ല നല്ല മനുഷ്യരാണ് എൻ്റെ സ്നേഹിതർ. കർത്താവിൻ്റെ സ്നേഹിതരാരാ? പാപികൾ, രോഗികൾ, നിർധനർ, കുരുടർ, കുഷ്ഠരോഗികൾ. കർത്താവിൻ്റെ ഫ്രണ്ട്സ് കണ്ട. കർത്താവിൻ്റെ ഫ്രണ്ട്സ് ആരായിരുന്നു? സുഹൃത്തുക്കൾ ആരായിരുന്നു? സക്കേവൂസ്, പാപിനിയായ സ്ത്രീ, കണ്ണു കാണാത്തോൻ, മുടന്തൻ, തളർവാദ രോഗി. ഇവരൊക്കെയാണ് കർത്താവിൻ്റെ സുഹൃത്തുക്കൾ. നമ്മുടെ സുഹൃത്തുക്കൾ ആരാ? പറയണ്ട. കർത്താവിനെ പോലെ ആകാനാണ് പ്രിയമുള്ളവരെ നമ്മൾ ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. ഈ 4 ദിവസത്തെ വചനം കഴിയുമ്പോൾ കർത്താവ് നമ്മളെക്കുറിച്ച് പറയണം, നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ഞാൻ നമ്മോട് ചോദിക്കട്ടെ, ആരുടെ സ്നേഹം പിടിച്ചു പറ്റാനാണ് നമ്മൾ ജീവിക്കുന്നത്? ആരുടെ ഇഷ്ടം പിടിച്ചു പറ്റാനാണ്? ആരുടെ പ്രീതി സമ്പാദിക്കാനാണ് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കേണ്ടത്? അത് പലർക്കും അറിയണില്ല. ഈ ലോകത്തിലെ 4 മനുഷ്യരുടെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് പലരും ജീവിക്കും. കുറെ കഴിയുമ്പോൾ ആ സ്നേഹിച്ചവരൊക്കെ അവരവരുടെ വീട്ടിൽ പോകും. നമ്മൾ ഒറ്റപ്പെട്ടു. ഈ ലോകത്തിൽ പലരുടെയും സ്നേഹം കിട്ടാൻ പല വഴികളുണ്ട്. പക്ഷെ നമ്മളെ പലരും സ്നേഹിക്കുന്നത് അവരവരുടെ സുഖത്തിനും അവരവരുടെ സന്തോഷത്തിനും അവരവരുടെ നേട്ടത്തിനും. ക്രിസ്തു ഈ ലോകത്ത് വന്ന് നമ്മളെ സ്നേഹിച്ചത് ക്രിസ്തുവിൻ്റെ നേട്ടത്തിനാണോ? ആണോ? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും തൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഇവിടെ ഉണ്ടായില്ലേ? ഇപ്പൊ കഴിഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. കർത്താവ് ജീവിച്ചത് ആരുടെ രക്ഷയ്ക്കാ? പറ, ഉറക്കെ പറ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. കുട്ടികളെ, അച്ഛൻ കുട്ടികളോട് പറയാ, നിങ്ങൾക്കിപ്പോൾ മാതാപിതാക്കളുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്. അവരൊരു കാലം കഴിയുമ്പോൾ ഉണ്ടാകില്ല. അച്ഛനില്ലപ്പോ, അച്ഛൻ അപ്പനും ഇല്ലപ്പോ, അമ്മയും ഇല്ല, അവർ മരിച്ചുപോയി. ഇനി അച്ഛൻ്റെ അമ്മ, അച്ഛൻ്റെ അപ്പൻ എന്ന് പറയുന്ന ബന്ധം ഈ ലോകത്തൂല്ല പരലോകത്തൂല്ല. എന്താ കാരണം? നാം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിലെ അപ്പൻ, അമ്മ, ചേട്ടൻ, ചേച്ചി ബന്ധം അവിടെ ഇല്ല. ഉണ്ടാ? ചെറിയൊരു സംശയം പോലെ ചില ആൾക്കാർക്ക്. കർത്താവിനോട് ഒരാൾ ചോദിച്ചു, എന്താണെന്നറിയോ? കർത്താവേ, എന്താ? അതെ, ഒരാൾ കല്യാണം കഴിച്ചോട്ടെ.
അല്ല, എന്നിട്ട് ആ ഭർത്താവ് മരിച്ചു അവളുടെ. അയ്യോ എന്തു പറ്റി? ഞാൻ ഭർത്താവ് മരിച്ചു. അപ്പോൾ അയാളുടെ സഹോദരൻ കല്യാണം കഴിച്ചു. ഓ ഓ ഓ നന്നായി നന്നായി. അവനും മരിച്ചു. ഓ ഓ ഓ ഓ പിന്നെ അപ്പോൾ അവൻ്റെ സഹോദരൻ കല്യാണം കഴിച്ചു. അപ്പോൾ അവനും മരിച്ചു. ഓ ഓ ഓ അപ്പോൾ പിന്നെ ഒരാൾ കല്യാണം കഴിച്ചു. 7 പ്രാവശ്യം അങ്ങനെ അവൾ കല്യാണം കഴിച്ചു. അപ്പൊ കഴിച്ചോട്ടറ, അതിനിപ്പം നിനക്കെന്താ പ്രശ്നമല്ല. അല്ല, ഇപ്പൊ ഇവള് മരിച്ച് സ്വർഗത്തിലെത്തുമ്പോൾ ബാക്കി പറ. ഇവളാരുടെ ഭാര്യയായിരിക്കും? 7 പേര് ഇവളെ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ. കർത്താവ് എന്താ പറഞ്ഞേ? ദൈവസന്നിധിയിൽ നിങ്ങൾ വിവാഹം കഴിക്കുകയോ ഈ ബന്ധങ്ങൾ ഇല്ല. അതുകൊണ്ടാണ് കല്യാണത്തിന് നമ്മുടെ അപ്പച്ചനും അമ്മച്ചമാർ ഇവിടെ വന്നിട്ട് പറഞ്ഞത് ഇന്ന് മുതൽ ബാക്കി പറ. കണ്ട, അത് പറഞ്ഞപ്പോൾ ചില ആൾക്കാരുടെ മുഖത്തൊക്കെ ഭയങ്കര സന്തോഷം, ആശ്വാസമായി. ഇന്ന് മുതൽ മരണം വരെ. പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക, നമ്മളെ മരണം വരെ സ്നേഹിക്കാനുള്ളവരാണ് നമ്മുടെ വീട്ടിലുള്ളവര്. മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ സ്നേഹിക്കില്ല. എന്നാൽ ഈ അപ്പം ഭക്ഷിച്ചാൽ നീ മരിച്ചാലും ജീവിക്കും. പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഗ്രഹിക്കുക, ഈ ലോകത്തെ മനുഷ്യന്റെ സ്നേഹം മരണത്തോട് അവസാനിക്കും. എന്താണ് കർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേറ്റ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്? പത്രോസ്, ഞാൻ വീണ്ടും ഞാൻ വീണ്ടും. ഏതെങ്കിലും നിങ്ങളുടെ ഈ ഇടവകയിലെ ഏതെങ്കിലും അപ്പൻ മരിക്കാൻ കിടക്കണ സമയത്ത് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാ? മരിക്കാറായോ? അപ്പോൾ മക്കളെല്ലാവരും കൂടി അപ്പാ പോകല്ലേ, അച്ഛാ പോകല്ലേ, മറ്റേ എന്താ അപ്പാ പോകല്ലേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരപ്പൻ പെട്ടെന്നാ പറഞ്ഞു, മക്കളെ വിഷമിക്കണ്ട, അപ്പൻ പോയാലും നിങ്ങളുടെ അടുത്തേക്ക് വരും. വേണ്ട എത്ര കുർബാന വേണമെങ്കിൽ ചെല്ലിക്കാം, 30 ചെല്ലിക്കാം, വരരുത്. മനസ്സിലാക്ക, നിങ്ങൾ ഈ ഭൂമിയിലെ ഏത് മനുഷ്യരും മരിച്ചു പോയാൽ പിന്നെ നമ്മുടെ അടുത്തേക്ക് വരുമോ? ഇല്ല. ക്രിസ്തു എന്താ പറഞ്ഞത്? ഞാൻ വീണ്ടും വരും. അതിൻ്റെ അർത്ഥം എന്താണ് സഹോദരങ്ങളെ? ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ മരിച്ചാലും നമ്മളെ സ്നേഹിക്കുന്നവൻ. കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, മാതാപിതാക്കളെ, നാം കൽപ്പനകളിൽ നാം വായിക്കുന്നു, നിന്റെ ദൈവമായ കർത്താവ്, ഏക കർത്താവ് ഇസ്രായേലിനെ കേൾക്കുക. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, സർവശക്തിയോടുകൂടെ നീ സ്നേഹിക്കണം. നിന്റെ അപ്പനേക്കാൾ, നിന്റെ അമ്മയേക്കാൾ, നിന്റെ ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ, നിന്റെ മക്കളെക്കാൾ, നിന്റെ ശരീരത്തെക്കാൾ, നിന്റെ ജീവനേക്കാൾ ഉപരിയായി നീ സ്നേഹിക്കണം. കാരണം ഈ പറഞ്ഞതെല്ലാം നിന്നെ വിട്ടുപോകും. ആകാശവും ഭൂമിയും കടന്നു പോകും, പക്ഷെ എൻ്റെ സ്നേഹം, എൻ്റെ വാക്കുകൾ ഒരിക്കലും കടന്നു പോകുകയില്ല. അതുകൊണ്ട് ഈ 4 ദിവസം നമ്മളിരുന്ന് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് നിറയും. നമ്മളൊരു പുതിയ വ്യക്തിയാകണം. നിങ്ങൾ ഈ ലോകത്തിൻ്റേത് അല്ല. ഞാൻ പറഞ്ഞല്ല, ഈശോ പറഞ്ഞതാണ്. മനസ്സിലാക്കൂ, നിങ്ങൾ ലോകത്തിൻ്റേതല്ല, നിങ്ങൾ ദൈവത്തിൻ്റേതാണ്. നിങ്ങളത് മറന്നുപോയി. അത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്കൊരു സ്വർഗസ്ഥനായ പിതാവുണ്ട്, നിങ്ങൾക്കറിയില്ല. ആ പിതാവാണ് എൻ്റെ പിതാവ്, നിങ്ങളുടെ പിതാവ്. ആ പിതാവാണ് നിങ്ങളുടെ പൂർവികർക്ക് ആകാശത്ത് നിന്ന് മന്ന നൽകിയത്. ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് മന്ന നൽകിയത്
മോശയല്ല. ആരാ? ആരാ? ഉറക്കെ പറ. ആരാ? എൻ്റെ പിതാവ്, നിങ്ങളുടെ പിതാവ് എന്ന് വിളിക്കുന്ന എൻ്റെ പിതാവ്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിങ്ങളുടെ പൂർവികർക്ക് ആകാശത്ത് നിന്ന് മന്ന നൽകിയത്. ആ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് എന്നെ അയച്ചിരിക്കുന്നത്. സ്വർഗീയ മന്നയായ അവിടുത്തെ പുതേകജാതനായ എന്നെ നിങ്ങൾക്ക് ഭക്ഷണമായി തരാൻ. നിങ്ങളുടെ പാപത്തിന് ഒരാൾ മരിക്കണം. പാപത്തിന്റെ വേതനം മരണമാണ്. ആ മരണം നിങ്ങളുടെ മേൽ പതിക്കാൻ എന്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. അതിനാൽ ആ മരണം വരിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്, നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ. അച്ഛന് ഈ ദുബായിൽ നിന്ന് വരണേ. ദുബായിലെ വലിയ വലിയ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്ത ആൾക്കാർ ജയിലിൽ കുറേ കിടക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ വണ്ടി ഇടിച്ചതായിരിക്കാം, നമ്മുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക്. ആ മിസ്റ്റേക്കിൽ ഒരാൾ മരിച്ചു, നമ്മളെ പിടിച്ച് ജയിലിലിടും. നീ മനഃപൂർവ്വമല്ല, പക്ഷേ വണ്ടി ഇടിച്ചു, അയാൾ മരിച്ചു, പിടിച്ച് ജയിലിലിടും, വധശിക്ഷ കിട്ടും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗമുണ്ട്. എന്താണെന്നറിയോ? ബ്ലഡ് മണി എന്ന് പറയും. ബ്ലഡ് മണി. ആ മരിച്ച വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ പറയുകയാണ്, ആ മനുഷ്യനെ ശിക്ഷിക്കണ്ട എന്ന് പറഞ്ഞാൽ, ഒരു ബ്ലഡ് മണി കൊടുത്താൽ ആ വധശിക്ഷയിൽ നിന്ന് അവൻ രക്ഷപ്പെടും. പ്രിയമുള്ളവരെ, ഈശോ ലോകത്തിൽ വന്നത് നമുക്ക് വേണ്ടി ബ്ലഡ് മണി കൊടുക്കാനാണ്. തൻ്റെ അവസാന തുള്ളി രക്തം വരെ. ഈ കുട്ടികളൊക്കെ നല്ലോണം മനസ്സിലാക്കാൻ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം. അപ്പനല്ലടാ നിന്നെ സംരക്ഷിക്കണത്, അമ്മയല്ല നിനക്ക് ചോറ് തരുന്നത്. അമ്മ ചോറ് തന്നിട്ട് അത് ദഹിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? തമ്പുരാനാണ്, കർത്താവാണ് നിന്നെ പരിപാലിക്കുന്നത്. മാതാപിതാക്കളെ, അങ്ങനെ ക്രിസ്തു ലോകത്തിലേക്ക് വന്ന് നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത്, നമ്മുടെ പാപങ്ങൾക്ക് നമ്മുടെ മേൽ വീഴേണ്ട അടികൾ, നമ്മുടെ മേൽ പതിക്കേണ്ട ശിക്ഷകൾ അവിടുന്ന് ഏറ്റെടുക്കുകയാണ്. തൊട്ടടുത്ത് നിൽക്കുന്നത് ബറാബാസ. അവനെ തറയ്ക്കാനാണ് കുരിശു കൊണ്ടുവന്നിട്ടുള്ളത് അവരെ. പക്ഷേ ആ കുരിശിൽ ബറാബാസിനെ മാറ്റി ക്രിസ്തുവാണ് കിടന്നത്. ബറാബാസിനെ അറിയാം, എന്നെ കുരിശിൽ തറയ്ക്കുന്നു ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ആ ബറാബാസിനെ ആ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കാരണമായത് ക്രിസ്തുവാണ്. കുട്ടികളോട് അച്ഛൻ പറയാം, നിങ്ങളുടെ അപ്പനമ്മമാര് എത്ര ദിവസം ഉറക്കമുളച്ച് നിങ്ങൾക്ക് വയ്യായ വന്നപ്പോൾ രാത്രിയിൽ കൊണ്ടോടി ആശുപത്രിയിലേക്ക്. എന്താ കാരണം? ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളതാണ് ഞങ്ങളുടെ മക്കളെ. അവർക്ക് യാതൊരു ശാരീരിക കുറവുകൾ ഉണ്ടാവരുത്, മാനസിക വിഷമങ്ങൾ ഉണ്ടാവരുത്, എൻ്റെ കുഞ്ഞ് കരയരുത്, എൻ്റെ മോൻ വിഷമിക്കരുത് എന്ന് മാതാപിതാക്കളെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ 10,000 മടങ്ങ് സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നു. നമ്മൾക്കാർക്കും വേദനയുണ്ടാക്കരുത്, നമ്മൾക്കാർക്കും ശിക്ഷിക്കപ്പെടരുത്. ആ ശിക്ഷ മുഴുവൻ യേശുക്രിസ്തു ഏറ്റെടുത്തു. ആ രക്ഷകന്റെ വചനം കേൾക്കാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭാപ്രസംഗകന്റെ പുസ്തകത്തിൽ നിന്ന് അച്ഛനൊരു വചനം വായിക്കാം. ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു? സഭാപ്രസംഗകന്റെ പുസ്തകം 7-ാം അധ്യായം 29-ാമത്തെ വചനം. ദൈവം പറഞ്ഞേൻ മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു. ഒന്ന് കൂട്ടി വായിച്ചേൻ. ദൈവം എന്ത് ഹൃദയനായി? ഈ സരള മനസ്സിലായ? എന്താ സരള?
സരളഹൃദയനായി സൃഷ്ടിച്ചു. സരള എന്താ സരള? നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ സരളയല്ലത്. സരള അതായത് ഇതിൻ്റെ ഉള്ളിലെ കഠിന ഹൃദയനായിട്ടല്ല, സരള ഹൃദയൻ, നിഷ്കളങ്ക ഹൃദയൻ. ഹൃദയ കാഠിന്യമില്ല, വക്രതയില്ല, അസൂയയില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല. സരള ഹൃദയനായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. നമ്മുടെ വീട്ടിലുള്ള അപ്പൻ സരള ഹൃദയനായിരുന്നെങ്കിൽ എന്തായാലും നമ്മുടെ സന്തോഷം. നമ്മുടെ അമ്മ സരള ഹൃദയ, നിങ്ങളുടെ ഭാര്യ സരള ഹൃദയായിരുന്നെങ്കിൽ എന്ത് സന്തോഷം. നിങ്ങളുടെ ഭർത്താവ് സരള ഹൃദയൻ, എന്തേ സമ്മതിച്ചില്ലേ? ചില ആൾക്കാർ സരള ഹൃദയൻ, നിങ്ങൾ ആലോചിക്കണ്ടല്ലോ, എന്തേ സരള ഹൃദയനല്ലേ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അങ്ങനെയാണ്. അതായത് ചതി, വഞ്ചന അറിയില്ല. മാതാപിതാക്കളെ, ദൈവം ആദത്തെ ഹവ്വയെയും തൻ്റെ ഛായയിൽ, തൻ്റെ ജീവനിൽ പങ്കുപറ്റിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അവൻ്റെ ഹൃദയം സരള ഹൃദയനായിരുന്നു. അവൻ്റെ ഹൃദയത്തിൽ ചതിയില്ല, കള്ളമില്ല, പൊളിയില്ല, കള്ളപ്പറയില്ല. ഏത്? കള്ളമില്ല, പൊളിയില്ല, കള്ളപ്പറയില്ല, ചെറുനാഴിയില്ല എന്നൊക്കെ പറയില്ലേ നമ്മള്? കള്ളമില്ലായിരുന്നു മനുഷ്യന്റെ ഹൃദയം. പക്ഷേ എന്ന് അവൻ ദൈവത്തിൻ്റെ കൽപ്പനയെ, ദൈവത്തിൻ്റെ ഇഷ്ടത്തെ, ദൈവത്തിൻ്റെ ആഗ്രഹത്തെ ധിക്കരിച്ചുവോ, അന്നു മുതൽ അവൻ്റെ ഹൃദയം സങ്കീർണ പ്രശ്നങ്ങളായി. അച്ഛൻ ഈ വചനത്തിന്റെ തൊട്ടു താഴെയുള്ള ഭാഗം കൂടെ വായിക്കുകയാണ്. സഭാപ്രസംഗകൻ 7, അല്ല ഓർമ്മയുണ്ടോന്ന് അറിയാനാണ്. സഭാപ്രസംഗൻ 7:29 കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയണ്ടല്ലോ. ശ്രദ്ധയോടെ കൂടി ഇരിക്കുകയാണല്ലേ. ഞാനൊരു ഇടവകയിൽ ചെന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവം ഒരു അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു അച്ഛൻ പറയായിരുന്നു, അച്ഛനെ ഇടവിൽ ആദ്യമായിട്ട് വന്നപ്പോൾ എല്ലാ വീടുകളും സന്ദർശിക്കാൻ പോവല്ലോ. വീടുകളൊക്കെ സന്ദർശിക്കാൻ പോയപ്പോൾ കപ്പ്യാരുണ്ട് കൂടെ. നടന്നു പോകുമ്പോൾ ഒരു ചെറുക്കൻ ഇങ്ങനെ ഓടിപ്പോണ കണ്ടപ്പോൾ നീ ഏതണ്ട എന്ന് ചോദിച്ചു. അപ്പൊ ചെക്കൻ എന്ത് നീ ഏതണ്ട പറയടേ, ഏതണ്ട നീ? ഞാന് 2 പത്രോസ് 1:3. എൻ്റെ അമ്മേ, അച്ഛൻ ഞെട്ടിപ്പോയി. കുട്ടിയുടെ ആരണ്ടാന്ന് ചോദിച്ചപ്പോ കൊട്ടേഷനാ പറയണേ. അച്ഛൻ മനസ്സിലാക്കി ഇടവകയിൽ എല്ലാവരും ബൈബിള് അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള ആൾക്കാരാ. ഏതണ്ടാന്ന് ചോദിച്ചപ്പോ 2 പത്രോസ് 1:3. എൻ്റെ ദൈവമേ, ഞെട്ടിപ്പോയി അച്ഛൻ. അച്ഛൻ ഇങ്ങനെ ആലോചിച്ച്, ഈ ചെക്കൻ എന്താ പറഞ്ഞേ? അച്ഛനിപ്പോ അറിയില്ല എന്ന് പറഞ്ഞാൽ ബൈബിൾ അറിയില്ല എന്നാവും. അത് കാരണം മനസ്സിലായി. എന്ത് മനസ്സിലായി? ഒന്നും മനസ്സിലായില്ല. 2 അച്ഛൻ പള്ളിയിൽ ചെന്ന വശം തന്നെ 2 പത്രോസ് 1:3, 2 പത്രോസ് ഒരു പിടി കിട്ടണില്ല. ഇതെന്ത് സംഭവിച്ചു പറഞ്ഞത്? 3-4 ദിവസം കഴിഞ്ഞപ്പോ ഇവൻ പള്ളിയിൽ വന്നപ്പോ അച്ഛനടുത്ത് അല്ല നീയപ്പാ ഒരു കൊട്ടേഷൻ പറഞ്ഞല്ലോ. ഊവച്ച എന്തേ? അല്ല അതെനിക്ക്, ഞാൻ ബൈബിൾ അറിയില്ല എന്ന് നീ പറയരുത്. എന്നാൽ എനിക്കിത് മനസ്സിലായി. നീ എന്തുദ്ദേശിച്ച എന്താ സംഭവം? 2 പത്രോസ് അല്ല അച്ഛാ, 1 പത്രോസ് 2:3. ആയിക്കോട്ടെ, അത് ഞാൻ മറച്ചു നോക്കാം. 1 പത്രോസ് 2:3. ഒരു പിടിയിട്ടില്ല. ഇത് എന്തെണ്ടത് അച്ഛ? വേറെ ഒന്നല്ലത്. 1-ാം വാർഡിലെ പത്രോസ് ഏട്ടന്റെ 2-ാം ഭാര്യയിലെ 3-ാമത്തെ കുട്ടി. കൊട്ടേഷന് ഇങ്ങനൊരു ഉപകാരം ഉണ്ടെന്ന് അച്ഛന് അപ്പോഴാണ് മനസ്സിലായത്. 1-ാം വാർഡിലെ പത്രോസ് ഏട്ടന്റെ 2-ാമത്തെ ഭാര്യയിലെ 3-ാമത്തെ കുട്ടിയാണ് ഞാൻ. പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക, ഈ വചനം ഉണ്ടല്ലോ, വചനം ഇങ്ങനെ വായിച്ച് കേട്ടിരുന്നിട്ട് കാര്യമില്ല. ആ വചനം നമ്മൾ ജീവിക്കണം. പലപ്പോഴും നമ്മൾ വചനം നമുക്കറിയാം, പക്ഷെ അത് ജീവിക്കണില്ല. കർത്താവിന്റെ വചനം പറഞ്ഞിരുന്നു, ഈ മരത്തിൽ നിന്ന് നീ പറിച്ച് കഴിക്കരുത്. എന്നാൽ ദൈവത്തിന്റെ വാക്കുകൾ ആദവും ഹവ്വയും എന്ന് മറന്നുവോ അന്ന്. ഇനി ബാക്കിയുള്ള ഭാഗം ഞാൻ വായിക്കാം. സഭാപ്രസംഗൻ 7:7 ഓർമ്മയുണ്ടല്ലേ? ശരി, അച്ഛൻ വായിക്കാം. ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ ഏറ്റു പറയാം. ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു.
എന്നാൽ അവന്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവന്റെ തന്നെ സൃഷ്ടിയാണ്. സൃഷ്ടിയാണ്, ദൈവത്തിന്റെ സൃഷ്ടിയല്ല. മനസ്സിലായത് നിങ്ങൾക്ക്? ഇത് പറയാൻ വേണ്ടി നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സങ്കീർണ പ്രശ്നങ്ങൾ ദൈവം സൃഷ്ടിച്ചു തന്നതല്ല, അത് നിന്റെ തന്നെ സൃഷ്ടിയാണ്. നിന്റെ തന്നെ സൃഷ്ടിയാണത്. മനുഷ്യ, നീ സങ്കീർണ പ്രശ്നങ്ങളിൽ കഴിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. പിന്നെ എങ്ങനെ ഉണ്ടായി? ആദവും ഹവ്വയും വളരെ സന്തോഷമായിട്ട് കഴിയായിരുന്നു. ഞാൻ ആലോചിച്ചു, തമ്പുരാനെ, ഈ മരത്തിന്റെ പഴം കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ ലോകത്തിൽ എന്തോരം പഴത്തിന്റെ മരങ്ങളുണ്ട്, കഴിച്ചാൽ അത് അവസാനം വന്നിട്ട് ഇത് കഴിച്ചാൽ പോരെ. അങ്ങനെയല്ല, ഇത് കഴിക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ അതെന്നെ കഴിക്കണം. എന്തൊരു കഷ്ടം നോക്ക്. എത്ര ചക്ക, മാങ്ങ, റംബുട്ടാൻ, മാങ്കോസ്റ്റി, സപ്പോട്ട ഇതൊക്കെ നിൽക്കണ്ടായിരുന്നില്ലേ? ഇതെന്തിന് ഇതന്നെ കഴിക്കാൻ പോയി? അതാണ് പറഞ്ഞത്. മനുഷ്യൻ ദൈവത്തെ മറന്നാൽ. പ്രിയമുള്ളവരെ, നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മനുഷ്യരിൽ നിന്നല്ല. അപ്പനമ്മയും വിചാരിച്ചാൽ ഒരു കുട്ടി ഉണ്ടാകില്ല. നമ്മൾ വിചാരിക്കുന്ന ഒരു അപ്പനമ്മയും ഒരു പെണ്ണും പുരുഷനും വിചാരിച്ചാൽ കുട്ടി ഉണ്ടാവില്ല. എത്രയോ മാതാപിതാക്കൾ കല്യാണം കഴിച്ചിട്ട് കുട്ടി ഉണ്ടാവണില്ലല്ലോ. ഉണ്ടാക്കടാ, ഉണ്ടാവണില്ല അച്ചോ. ഉണ്ടാക്കടാ, ഉണ്ടാവണില്ല അച്ചോ. ഉണ്ടാക്കടാ. എന്തിനാണ് മാതാപിതാക്കളെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? നീയല്ല നിന്റെ മക്കളുടെ സൃഷ്ടാവ്, ഞാനാണ് നിനക്ക് മക്കളെ തന്നത്. അഹങ്കരിക്കരുത്. നീ നിന്റെ സമൂഹത്തിലില്ലേ മക്കളില്ലാത്ത ധാരാളം മാതാപിതാക്കൾ? നീ ഓർത്തിരിക്കണം. നിനക്ക് ഈ കുഞ്ഞു മക്കളൊക്കെ നിന്റെ വീട്ടിലിരുന്നിട്ട് കളിക്കുമ്പോ ചിരിക്കുമ്പോ ഓർക്കണം, ദൈവത്തിന്റെ ദാനമാണ് ഈ മക്കൾ. 90 വയസ്സ് വരെ അബ്രാഹത്തിന് മക്കളെ കൊടുത്തില്ല തമ്പുരാൻ. പരിശോധിക്കുകയായിരുന്നു. നീ മക്കളുണ്ടായാലും എന്നെ സ്നേഹിക്കുള്ളൂ? എനിക്കൊന്ന് അറിയണം. നിനക്ക് ഞാൻ തരുന്നതിനനുസരിച്ചാണോ നീ സ്നേഹിക്കുന്നത്? ഞാൻ തന്നില്ലെങ്കിലും നീ എന്നെ സ്നേഹിക്കോ? ഞാൻ സ്നേഹിക്കും. സ്നേഹിക്കോ? സ്നേഹിക്കും. സ്നേഹിക്കോ? സ്നേഹിക്കുന്നു. 90 വർഷം അബ്രാഹം കുടുംബജീവിതം നയിച്ചിട്ട് മക്കളില്ലാതിരുന്നിട്ടും അബ്രാഹം ദൈവത്തെ മറന്നില്ല. വലിയ അർത്ഥമുണ്ട് മാതാപിതാക്കൾ അതിലൊക്കെ. എന്തിനെങ്ങനെ ധ്യാനത്തിനൊക്കെ പോണ? ധ്യാനത്തിന് പോയിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. നമ്മൾ വിചാരിച്ച കാര്യമൊന്നും നട പറ. എന്താ നടക്കണമൊന്നുമില്ല. ആ ധ്യാനത്തിനും പോയി, ഈ ധ്യാനത്തിനും പോയി, ഇതൊന്നും നടക്കണമൊന്നുമില്ല. അബ്രാഹം 90 വർഷത്തെ ധ്യാനാണ് കൂടിയത്. 90 വർഷം മക്കളുണ്ടായില്ല. എന്നാ അബ്രാഹത്തിനോട് ദൈവത്തിന്റെ വാഗ്ദാനമുണ്ട്. എന്താണ്? ആകാശത്തിലേക്ക് നോക്ക്, കടലിലെ തീരത്തെ മണർത്തരികളെ നോക്ക്, ഇതുപോലെ ഞാൻ നിനക്ക് പറ മക്കളെ നൽകും. ഇങ്ങനെ വെറുതെ പറഞ്ഞു എന്താ കാര്യം? മക്കളൊന്നും തരണമില്ല. തരും പറഞ്ഞിരിക്കുന്നേ. അബ്രാഹാം അങ്ങനെ ആവലാതിപ്പെട്ടില്ല. പ്രിയമുള്ളവരെ, നാം ഒരാളെ സ്നേഹിക്കുമ്പോ ആവലാതി പറയില്ല. നിങ്ങളെങ്ങനെയാ? ആവലാതി പറയോ? ആരും പറയില്ല അല്ലേ? എല്ലാവരും ഇങ്ങനെ ഇരിക്കും. ഞങ്ങളൊന്നും ആവലാതി പറയില്ല അച്ഛൻ. അബ്രാഹത്തിന്റെ സന്തതികളാണ്. തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. തലമുറ കൈമാറി. അബ്രാഹാം ദൈവത്തോടൊരു ആവലാതി പറഞ്ഞില്ല. പ്രിയമുള്ളവരെ, അതാണ് സ്നേഹം. നമ്മുടെ സ്നേഹം എന്താണെന്നറിയാം? ഐ ലവ് യു, എനിക്കൊരു വാച്ച് വാങ്ങിച്ചായോ? ഐ ലവ് യു, ഒരു മൊബൈൽ വാങ്ങിച്ചായോ? ഐ ലവ് യു എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ ചോദിക്കുന്നത് മുഴുവൻ വാങ്ങിച്ചു കൊടുക്കണം. എന്നാൽ നമ്മുടെ ഐ ലവ് യു അങ്ങനെയാ. ഏത്? ഐ ലവ് യു, എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകണം. ഐ ലവ് യു, എനിക്ക് ഗൾഫിൽ പോകണം. ഐ ലവ് യു, എനിക്ക് പുതിയ സാരി എടുത്ത് തരണം. ഐ ലവ് യു. എന്തിനാ ഐ ലവ് യു? എന്തിനാ? എനിക്ക് ഇങ്ങോട്ട് തരാൻ. കർത്താവ് നമ്മളെങ്ങനെ സ്നേഹിക്കണം എന്നറിയോ? എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി, എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി. പ്രിയമുള്ളവരെ,
സ്നേഹിക്കാൻ നാം തുടങ്ങുമ്പോൾ ചോദിക്കലല്ല, കൊടുക്കലാണ് സ്നേഹം.